നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഗ്രേ ഹെയറിന്റെ പ്രശ്നം, മുടി നരയ്ക്കുന്ന പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു റെമഡി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. ഇതിനായിട്ട് നിങ്ങൾ ഒരു കപ്പ് കറുത്ത എള്ള് എടുക്കുക. കറുത്ത എള്ള് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട്, നന്നായിട്ട് കരിക്കരുത്, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നമ്മുടെ മുരിങ്ങയിലയുടെ പൗഡർ ഉണ്ടല്ലോ, മുരിങ്ങ പൗഡർ. അതിന്റെ നമുക്ക് ഡ്രൈ ഫോം, അത് പൗഡർ ഫോം നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ നെല്ലിക്കയുടെ പൊടി, ഇതും കൂടി ഇട്ടിട്ട് 8-10 നമ്മുടെ ഡേറ്റ്സ്, ഈന്തപ്പഴം കുരു കളഞ്ഞത്, അതും കൂടി ഇടുക. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു മിക്സറിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു പേസ്റ്റ് പോലൊരു രൂപത്തിൽ കിട്ടും. നന്നായിട്ട് അത് കുഴച്ചിട്ടൊരു ലഡു രൂപത്തിലാക്കി വെക്കുക. ഇതിൽ നമ്മൾ എള്ള് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും കോപ്പർ, സിങ്ക് എന്ന് പറയുന്ന കാര്യങ്ങളും, നമ്മുടെ ഡേറ്റ്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ്നർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മുരിങ്ങ പൗഡർ, നമ്മുടെ മുരിങ്ങയില എടുക്കുകയാണെങ്കിൽ ഒരു അമിനോ ആസിഡ്സ് റിച്ച് ആയിട്ടുള്ളതും, നെല്ലിക്കയുടെ പൊടി എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി, ഇതെല്ലാം റിച്ച് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമുക്കൊരു നല്ലൊരു പോഷണം നന്നായിട്ട് കിട്ടുന്നതിനും മുടിക്ക് നല്ലൊരു സ്ട്രെങ്തനിങ് കൂട്ടാനും വളരെ നല്ലൊരു കാര്യമാണ്. ദിവസവും 2 നേരം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, രാവിലെയും വൈകുന്നേരവുമായിട്ട്. പക്ഷെ ചൂടുള്ള സമയങ്ങളിലാണെങ്കിൽ എള്ള് കുറച്ച് ചൂടാണ്, അപ്പോൾ 1 നേരം കഴിച്ചാലും മതി. ബട്ട് ഈ സീസൺ, വിന്റർ സീസൺ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് 2 നേരം, ഒരെണ്ണം രാവിലെയും ഒരെണ്ണം രാത്രിയും, ആ ഒരു രീതിയിൽ കഴിക്കാം. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 3 മാസം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശേഷം ഒരു മാസത്തെ ഗ്യാപ്പ് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് നിങ്ങൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, എരിവ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പുളിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ലൊരു ഉറക്കം, 7 മുതൽ 8 മണിക്കൂർ വരെ നല്ലൊരു സ്ലീപ്പും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങളും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. സോ സ്റ്റേ ഹെൽത്തി.